നമസ്കാരം. ജേർണലിസം പഠിക്കാതെ ജേർണലിസ്റ്റായി ജോലി ചെയ്യാതെ ഒരു ന്യൂസ് ചാനൽ മേധാവിയായ ടെലിവിഷൻ താരമാണ് ആർ ശ്രീകണ്ഠൻ നായർ എന്ന SK. അതിൻ്റെതായ ചില പ്രശ്നങ്ങളും അതിലേറെ നേട്ടങ്ങളും കൊണ്ടാണ് 24 ന്യൂസ് എന്ന വാർത്താ ചാനലിനെ ഒന്നാമതെത്തിക്കുന്നത്. മലയാളത്തിലെ പരിണിത പ്രജ്ഞരെന്ന് മേനി നടിക്കുന്ന ഒരുപാട് ജേർണലിസ്റ്റുകളെ നിഷ്പ്രഭരാക്കിയാണ് സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ചാനലിനെ SKN എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ ഒറ്റയടിക്ക് മുൻനിരയിലേക്ക് എത്തിച്ചത്. 2018 തുടങ്ങിയ ചാനൽ തുടക്കം മുതൽ തന്നെ മനോരമ, മാതൃഭൂമി അടക്കം പ്രമുഖരെയൊക്കെ പിന്തള്ളി 2ാം സ്ഥാനം ഉറപ്പിച്ചത് മലയാള മാധ്യമ ചരിത്രത്തിലെ അപൂർവത കൂടിയാണ്. ജേർണലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് പരമ്പരാഗത നടപ്പു രീതികളെ പൊളിച്ചെഴുതാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങൾ ആ ചാനലിന് ഉള്ളത് പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ എല്ലാത്തരം വിമർശകർക്കും അവഗണിക്കാനാവാത്ത സാന്നിധ്യമായി തന്നെ 24 ന്യൂസ് ചാനൽ വളർന്നു കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. മാധ്യമ കുലപതിമാരെന്ന വിശേഷണമുള്ള മനോരമയിലും ഏഷ്യാനെറ്റിലും വിനോദ പരിപാടികൾ നടത്തിപ്പോന്ന ശ്രീകണ്ഠൻ നായർ ആ അനുഭവ പരിചയം വെച്ച് ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങിയപ്പോൾ ആ വിജയം ആരും വിചാരിച്ചില്ല. പിന്നാലെ തുടങ്ങിയ ന്യൂസ് ചാനലും പൊന്നു വിളയിച്ചതോടെ ശ്രീകണ്ഠൻ നായരുടെ മൂല്യം ഉയർന്നു. ഇതേ ശ്രീകണ്ഠൻ നായർ സ്വതവേയുള്ള സൗമ്യത കൈവിട്ട് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായത്. സ്ഥാപനമാണോ വലുത്, നിങ്ങളുടെ ഈഗോയാണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുകയാണ്. ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാമായിരുന്നല്ലോ. സ്ഥാപനം നന്നായി പോകട്ടെ എന്നുള്ളതല്ലേ വേണ്ടത്. നമ്മൾ ഈ മത്സരത്തിന്റെ മുമ്പിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇവരൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. മെന്റലി ഞാൻ വളരെ രോഷത്തിലാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ചാനലിലെ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കുമായി ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ദിവസം അയച്ച സന്ദേശമാണിത്. കൊല്ലത്ത് നടന്ന CPM സമ്മേളനത്തിന്റെ റിപ്പോർട്ടിങ്ങിനിടെ മുതിർന്ന 2 ജേർണലിസ്റ്റുകൾ തമ്മിലുണ്ടായ ഈഗോ പ്രശ്നങ്ങൾ സ്ഥാപനത്തിന്റെ പ്രകടനത്തെ ബാധിച്ചുവെന്നും ഇക്കാര്യത്തിൽ ഇരുവരും വിശദീകരണം നൽകണമെന്നുമാണ് അതീവ രോഷാകുലനായി ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെടുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നതും പണ്ടത്തേതുപോലുള്ള പരിഗണനയുടെ കടയെല്ലാം അടയ്ക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ചാനലിൽ ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുകയാണ് എന്ന അസാധാരണ പ്രയോഗവും ഇതിനൊടുവിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. ശ്രീകണ്ഠൻ നായർ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആർ ശ്രീജിത്ത് 24 ന്യൂസിന്റെ തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോ ചീഫാണ്. ദീപക് ധർമ്മടം കോഴിക്കോട് ചീഫും. ഈ 2 ജേർണലിസ്റ്റുകളും CPMൽ ബന്ധങ്ങളുള്ളവരും മികച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളവരുമാണ്. എന്നാൽ ഇരുവരെയും ഒന്നിച്ച് സമ്മേളന റിപ്പോർട്ടിങ്ങിന് നിയോഗിച്ചപ്പോൾ പരസ്പരമുള്ള ഈഗോ കാരണം പല വാർത്തകളും മുങ്ങിപ്പോയി. പാർട്ടി പദവികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട AK ബാലൻ കൊല്ലത്ത് പൊട്ടിക്കരഞ്ഞപ്പോൾ ശ്രീജിത്ത് തൊട്ടടുത്ത് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നു. ഇങ്ങനെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് ചീഫ് എഡിറ്റർ എന്ന നിലയ്ക്കുള്ള രോഷപ്രകടനം ഉണ്ടായത്. നിലവിലെ ചാനൽ മത്സരത്തിന്റെ സാഹചര്യത്തിൽ 24 കനത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിന് തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും നടത്തുന്നത്. ഏഷ്യാനെറ്റ് പോലെ കനമുള്ള ന്യൂസ് സ്റ്റോറികളുടെയും പാരമ്പര്യത്തിന്റെ കരുത്ത് കൈമുതലായി ഇല്ലാത്ത ഇരു കൂട്ടരും ആശ്രയിക്കുന്നത് അവതാരകരുടെ പ്രകടനത്തെയാണ്. അതിൽ തന്നെ 24ന്റെ ഭാരം ഏറ്റവും വഹിക്കുന്നത് ശ്രീകണ്ഠൻ നായരാണ്. പാർട്ടി സമ്മേളനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ പോലെ പല ദിവസം നേടുന്ന റിപ്പോർട്ടിംഗ് മഹാമഹം നടക്കുമ്പോൾ ഫീൽഡ് പ്രകടനത്തിൽ മറ്റ് ചാനലുകൾ മുന്നേറും. ആ മത്സരബുദ്ധി ഒട്ടും ഉൾക്കൊള്ളാതെ പരസ്പരമുള്ള പെറ്റി മത്സരമാണ് മുതിർന്നവർ നടത്തിയത് എന്നതാണ് ചീഫ് എഡിറ്ററെ ഇത്രമേൽ ചൊടിപ്പിച്ചത്. നന്ദി.